ആക്രമണത്തിന്റെ മറുപേരായ ഫ്രാൻസ് പ്രതിരോധ കോട്ടയൊരുക്കി എതിരാളികളെ വിറപ്പിക്കുന്ന മൊറോക്കോ. ഇരു ടീമുകളുടെയും സ്റ്റൈൽ ഓഫ് പ്ലേ എങ്ങനെയായിരിക്കും? മൂസിൻ സിസിയും ദിൽനാമദുവും ചേർന്ന് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറോടുകൂടി തുടങ്ങാം. ഒരു വശത്ത് ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ആക്രമണ നിര, മറുവശത്ത് ആർക്കും തകർക്കാനാകാത്ത പ്രതിരോധ കോട്ട. ഫ്രാൻസും മൊറോക്കോയും നേർക്കുനേരെത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? പരിശോധിക്കാം. ഖത്തർ ലോകകപ്പ് സെമിഫൈനലിന്റെ ആവർത്തനമാണോ ഇത്തവണ ക്വാർട്ടറിൽ കാണാൻ പോകുന്നത്? അന്ന് ടൂർണമെന്റിലുടനീളം ആക്രമിച്ചു കളിച്ച ഫ്രാൻസ് മൊറോക്കോയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ബാക്ക് ലൈനിൽ ഇറങ്ങിയുള്ള ഓഫ് ദ ബോളാണ് കളിച്ചത്. പന്ത് കൈവശം വയ്ക്കാൻ മൊറോക്കോയെ അനുവദിച്ച ഫ്രാൻസ് കൗണ്ടർ അറ്റാക്കാണ് അന്ന് ഉപയോഗപ്പെടുത്തിയത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൊസഷൻ അവസരം കിട്ടിയ മൊറോക്കൻ താരങ്ങൾ ഫ്രഞ്ച് ബോക്സിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ പതറുന്ന കാഴ്ചയും അന്ന് നമ്മൾ കണ്ടു. ഫ്രാൻസ് അന്ന് എതിരില്ലാത്ത 2 ഗോളിനാണ് മത്സരം ജയിച്ചത്. വലിയ ടൂർണമെന്റുകളുടെ പിരിമുറുക്കം ഒരുപാട് കണ്ടുപരിചയമുള്ള ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദെഷാംസ് ഇത്തവണ എന്തു തന്ത്രം പുറത്തെടുക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ലോക ഫുട്ബോളിൽ ഇന്ന് ഏറ്റവും വേഗതയേറിയ ഫോർവേഡ് ലൈൻ ഉള്ളത് ഫ്രാൻസിനാണ്. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ, ഒസ്മാൻ ഡെംബലെ, മൈക്കൽ ഒലീസെ എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിര ആരെയും പേടിപ്പിക്കുന്നത്. 4-2, 3-1 എന്ന ശൈലിയിൽ കളിക്കുന്ന മുൻ ചാമ്പ്യന്മാർ ഏതു പഴുതും ഗോളാക്കാൻ ശേഷിയുള്ളവരാണ്. എന്നാൽ മറുവശത്ത് കൂടുതൽ കരുത്തുള്ള മൊറോക്കോയാണ് ഇത്തവണത്തേത്. ടൂർണമെന്റിൽ ഇതുവരെ വഴങ്ങിയതാകെ 4 ഗോൾ മാത്രം. അഷ്റഫ് ഹക്കീമി, നൌസെ മസ്രൌയി, ഇസാ ഡിയോഫ് എന്നിവരടങ്ങുന്ന പ്രതിരോധ നിര ബോക്സിന് മുന്നിൽ കോട്ട കെട്ടി നിൽക്കും. അയ്യൂബ് ബുവാദി എന്ന 18-കാരന്റെ മിന്നും പ്രകടനവും മൊറോക്കോയ്ക്ക് പ്രതീക്ഷയാണ്. അഷ്റഫ് ഹക്കീമി, ബ്രാഹിം റിയാസ് സഖ്യത്തിന്റെ കൗണ്ടർ അറ്റാക്കിൽ ഫ്രാൻസിന്റെ വല കുലുങ്ങുമോ എന്നാണ് മറ്റൊരു ചോദ്യം. ഫ്രാൻസിന്റെ ആക്രമണങ്ങൾക്ക് പന്ത് കൈമാറുന്ന മധ്യനിരയിലെ സപ്ലൈ ലൈൻ പൊളിക്കുകയായിരിക്കും മൊറോക്കോ ആദ്യം ശ്രമിക്കുക. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് മിഡ്ഫീൽഡിൽ പരീക്ഷണങ്ങൾക്ക് കഴിഞ്ഞ മത്സരത്തിൽ ദശാംസ് മുതിർന്നത്. വിങ്ങർമാരെ വൈഡായി നിർത്തി മൊറോക്കോയുടെ ലോ ബ്ലോക്ക് ഡിഫൻസിനെ വലിച്ചു നീട്ടുക എന്നതാകും ഫ്രഞ്ച് പ്ലാൻ. ആദ്യം മുതൽക്കേ തിയോ ഹെർണാണ്ടസിനെ ഉപയോഗിച്ച് ഓവർലാപ്പ് ചെയ്ത് പ്രതിരോധ കോട്ട പൊളിക്കാനായിരിക്കും എംബാപ്പയുടെ ശ്രമം. മധ്യനിരയെ ഉപയോഗിച്ച് നടത്തുന്ന ബോക്സ് ടു ബോക്സ് പ്രകടനവും നിർണായകമാകും. 4-2, 3-1 എന്ന ശൈലിയിലാണ് തുടങ്ങുകയെങ്കിലും മിഡ് ബ്ലോക്കോ ബസ് പാർക്കോ ആയിരിക്കും മൊറോക്കോ ശ്രമിക്കുക. പന്ത് പിടിച്ചെടുത്ത ഉടൻ ഡയറക്റ്റ് കൗണ്ടർ അറ്റാക്കിംഗ് ലക്ഷ്യം വെച്ചായിരിക്കും ആഫ്രിക്കൻ കരുത്തർ കളത്തിൽ കളിമെനയുക. അതുകൊണ്ടുതന്നെ ആദ്യം ഗോൾ വഴങ്ങുന്ന ടീം കടുത്ത സമ്മർദ്ദത്തിലാകാനും സാധ്യതയുണ്ട്. കളത്തിലെ പോരിൽ ആര് ജയിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: ഖത്തർ ലോകകപ്പിലെ സെമിയിൽ കണ്ട ആവേശത്തിന്റെ 10 മടങ്ങായിരിക്കും ഇത്തവണ ബോസ്റ്റണിൽ കാണാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.